ദേശീയപാതയിലെ തകർച്ചയിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഈ മാസം 27-നാണ് യോഗം ചേരുക. 3-അംഗ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരള ചീഫ് സെക്രട്ടറി ജയ് തിലക് ഇന്നലെ ഉപരിതല ഗതാഗത സെക്രട്ടറിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ശരത് ലാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ശരത് ലാൽ, 3-അംഗ സംഘം ഇവിടെയൊക്കെ എത്തി പരിശോധനയൊക്കെ നടത്തിയതാണ്. ഇനി കേന്ദ്രത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും. കാരണം ഇന്നലെ തന്നെ കരാർ കമ്പനിയൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നീക്കമൊക്കെ നടത്തിയതാണ്. ഇതിന് മുൻപുള്ള നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ അടക്കം പ്രസക്തമാണ്. കഴിഞ്ഞ മാസം അദ്ദേഹം രാജ്യസഭയിൽ പോലും പറഞ്ഞിരുന്നു, DPRലെ പിഴവുകൾ നമ്മുടെ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾക്ക് പോലും കാരണമാകുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് വളരെ നിർണായകവുമാകും. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? ശരത് ലാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് വെച്ചാൽ ഈ മാസം 27-ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. കാരണം നിതിൻ ഗഡ്കരി ഡൽഹിയിലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിങ്കളാഴ്ച മാത്രമേ 26-ഉം 27-നും മാത്രമാണ് ഡൽഹിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ 27-ാം തീയതിയാണ് 11 മണിക്കാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിൽ ദേശീയപാത അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഡൽഹിയിൽ യോഗത്തിന് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ യോഗത്തിൽ വിളിക്കുന്നത്. NH 66 മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും മൺസൂൺ കാലത്തെ പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യും. കാരണം കേരളം മാത്രമല്ല, പിന്നെ കൊങ്കൺ റെയിൽവേയിലും അതുപോലെ മാംഗ്ലൂർ സെക്ടറിലുമുള്ള കാര്യങ്ങളുമൊക്കെ ചർച്ചയാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ആ യോഗത്തിന് മുമ്പ് തന്നെ ഇടക്കാല റിപ്പോർട്ട് ചർച്ചയ്ക്ക് വരുമെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും സേതുലക്ഷ്മി, കടുത്ത നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നു. ഇത് സംബന്ധിച്ച ഇന്നലെ ചീഫ് സെക്രട്ടറി ജയ് തിലക് കേന്ദ്ര ഉപരിതല ഉപരിഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു. കേരളത്തിൻ്റെ ആശങ്കകളും കേരളത്തിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം ഔദ്യോഗികപരമായി തന്നെ ഇന്നലെ ഉപരിതല സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. സേതു. ഓക്കെ ശരത്ത്, വ്യക്തമാണ്.